മേഖലയിൽ വനിതകൾ കൂടുതൽ സജീവമാണ്. എന്നാൽ പുരുഷ മേധാവിത്വമുള്ള തെങ്ങുകയറ്റത്തിലും സ്ത്രീകൾ കൂടുതൽ പ്രാവീണ്യം നേടുകയാണ്. പുരുഷ മേധാവിത്വം മാത്രം പ്രകടമായിരുന്ന തെങ്ങുകയറ്റ തൊഴിലിൽ കൂടുതൽ പ്രായോഗിക പരിജ്ഞാനം നേടുന്നത് മലയോരത്തെ സ്ത്രീ തൊഴിലാളികളാണ്. തെങ്ങുകയറ്റത്തിൽ പരിശീലനം നേടിയെത്തിയ പെരിങ്ങുംവൈക്കര ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽ സേനാംഗങ്ങളായ ബിന്ദുരാജൻകുട്ടിക്കും പ്രസന്നകുമാരിക്കും പഞ്ചായത്ത് ഹാളിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വി തമ്പാൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചെറിയ വെല്ലുവിളി തന്നെയാണ്. സമൂഹത്തിൽ എത്ര തന്നെ പറഞ്ഞാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും അവരെ പ്രയാസപ്പെടുത്തുന്ന ഒട്ടനവധി സംഭവങ്ങൾ നടക്കുന്നത് സാമൂഹിക ചുറ്റുപാടാണ്. ആ ചുറ്റുപാടിലും നമ്മൾ ഏറ്റെടുക്കാൻ സന്നദ്ധമാണ് എന്ന് കാണിച്ച് നല്ലവണ്ണത് അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുണ്ട്. പരിശീലനം നേടിയവർക്ക് മെഡലുകളും സമ്മാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നളിനി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജനാർദ്ദനൻ, പഞ്ചായത്ത് സെക്രട്ടറി ജെയ്സൺ മാത്യു, പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ ആർ രാധാമണി, ഗ്രാമസേവകനായിരുന്ന ചന്തുക്കുട്ടി, കൃഷി അസിസ്റ്റന്റ് ജയരാജൻ നായർ, കൃഷി ഓഫീസർ KM മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീ തൊഴിലാളികൾക്ക് അപ്രാപ്യമായിരുന്ന തെങ്ങുകയറ്റ തൊഴിലിൽ പരിശീലനം നേടിയ ശ്രീമതി ബിന്ദുരാജൻകുട്ടി, പ്രസന്നകുമാരി എന്നിവർ തങ്ങൾ സ്വായത്തമാക്കിയ പരിശീലനം മറ്റുള്ളവർക്ക് പ്രായോഗികമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി തെങ്ങിൽ കയറി തേങ്ങയിട്ടിട്ടാണ് ഇവർ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചത്. ഈ രംഗത്തെ തൊഴിൽ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വരണമെന്നും മനോധൈര്യം സ്വായത്തമാക്കിയാൽ ഏതുയരവും കീഴടക്കാൻ കഴിയുമെന്നും ഇവർ പറഞ്ഞു. പ്രതിസന്ധിയിലേക്ക് കേരള കർഷകരെ നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നെല്ലാം ഒരു മോചനത്തിന് വേണ്ടി നമ്മുടെ സ്ത്രീ തൊഴിലാളികളും അതുപോലെ തന്നെ തെങ്ങുകയറ്റത്തിന് പരിശീലനത്തിന് താല്പര്യമുള്ളവരെല്ലാവരും ഈ മേഖലയിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത്. ഇവിടെ പോകാൻ മെഷീനും എടുത്തുകൊണ്ട് പോകാൻ പറ്റും ബുദ്ധിമുട്ടുണ്ട്. നമ്മ ഒരു രാവിലെ പോയി തന്നെ കയറാൻ പറ്റും. ഒരു തെങ്ങിന് 15 രൂപ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. കാരിക്കെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് നാളികേര വികസന ബോർഡിന്റെ നല്ല രീതിയിലാണ് നമുക്ക് പരിശീലനം കിട്ടിയത്. അവിടുന്ന് 9-ാം തീയതി മുതൽ 6 ദിവസത്തെ ട്രെയിനിങ് നമുക്ക് അവിടുന്ന് കിട്ടി.